ഭർത്താവിന്റെ മരണശേഷം ശ്രീജയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് 2 മക്കളായിരുന്നു. അവരുടെ ജീവിതവും സ്വപ്നങ്ങളും ഒക്കെയായിരുന്നു ശ്രീജയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതിൽ ശ്രീജയ്ക്ക് ഏറ്റവും അധികം സന്തോഷം പകർന്നത് ഈ മക്കൾ തമ്മിലുള്ള സ്നേഹം തന്നെയായിരുന്നു. എന്തിനും ഏതിനും മകൾ ശ്രീലക്ഷ്മിയും മകൻ ശ്രീനാഥും ഒരുമിച്ചായിരുന്നു. ചേച്ചിക്കൊരാവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ശ്രീനാഥ് എവിടെയായാലും ഓടിയെത്തും. അങ്ങനെ ഒരു ആവശ്യമായിരുന്നു കഴിഞ്ഞ ദിവസവും. ജോലിസ്ഥലത്ത് നിന്നും ചേച്ചിയെ വിളിച്ച് വീട്ടിലെ കല്യാണം കൂടാൻ എത്തിക്കാനായിരുന്നു ശ്രീനാഥ് പോയത്. എന്നാൽ ഇരുവരും ഒന്നിച്ച് മടങ്ങും വഴി ആ യാത്ര മരണത്തിലേക്കാവുകയായിരുന്നു. ആദ്യം അനുജനും മണിക്കൂറുകൾക്കിപ്പുറം മരണത്തിലും അനുജനെ ഒറ്റയ്ക്ക് വിടാതെ ചേച്ചിയും ഒപ്പം പോവുകയായിരുന്നു. കൊച്ചി ഇൻഫോസിറ്റിയിൽ ജോലി ചെയ്യുകയായിരുന്നു ശ്രീലക്ഷ്മി. ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിലേക്ക് എത്തുക. തുടർന്ന് ഞായറാഴ്ച ബന്ധുവിന്റെ ഒരു വിവാഹവും ഉണ്ടായിരുന്നു. ബന്ധുവിന്റെ വിവാഹം കൂടാൻ താൻ എത്തുമെന്നും കൂട്ടാൻ വരണമെന്ന് ശ്രീനാഥിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ബന്ധുവിന്റെ വിവാഹം നടക്കുന്ന ഞായറാഴ്ചയുടെ തലേന്ന് ശനിയാഴ്ച ചേച്ചിയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നു ശ്രീനാഥ്. ഇരുവരും ഒരുമിച്ച് ബൈക്കിൽ നാട്ടിലേക്ക് തിരിച്ചു. പാലായിലേക്ക് വരും വഴി കടപ്പാട്ടൂർ ബൈപ്പാസിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഒരു കാറ് ഇടിക്കുകയും തുടർന്ന് റോഡിലൂടെ ബൈക്ക് നിരക്കിക്കൊണ്ടു പോവുകയുമായിരുന്നു. അപകടം നടന്നയുടൻ തന്നെ നാട്ടുകാർ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ തന്നെ 22 വയസ്സുകാരനായ ശ്രീനാഥ് മരണത്തിനു കീഴടങ്ങിയിരുന്നു. 24 മണിക്കൂർ പിന്നിടവെയാണ് ഞായറാഴ്ച രാത്രി 9:30 ശ്രീലക്ഷ്മിയും മരണത്തിനു കീഴടങ്ങുന്നത്.